പാവപ്പെട്ടവർ തന്നെ. പണക്കാർക്ക് ഇവിടെ വന്ന് ഇപ്പൊ വണ്ടി പിടിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് കാറുണ്ട്. ഇവിടുത്തെ ഈ പ്രീപെയ്ഡിനോട് മാത്രമാണ് അധികാരികൾക്ക് ഇങ്ങനെ അവഗണന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂരിൽ നിന്നും ഒക്കെ വരുന്ന RCDയിൽ കേരളം മൊത്തം വരുന്ന ജനങ്ങൾ അത്രയും അവര് വരുമ്പോ പൈസ ലാഭം നോക്കിയല്ലേ. നമ്മളിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്റ്റാൻഡിലാണ്, ഓട്ടോ സ്റ്റാൻഡിൽ. ഇവിടുത്തെ പ്രീപെയ്ഡ് കൗണ്ടർ നിർത്തലാക്കിയിട്ട് 7 വർഷത്തിന് മുകളിലായിരിക്കുകയാണ്. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക്, മെഡിക്കൽ കോളേജിൽ വരുന്ന പാവപ്പെട്ട നിർധനരായ രോഗികൾക്ക് ഏകെയുള്ള ഒരു ആശ്രയമായിരുന്നു പ്രീപെയ്ഡ് കൗണ്ടർ. നമുക്ക് എല്ലാവർക്കും അറിയാം പ്രീപെയ്ഡ് കൗണ്ടറിൽ അധികമായി പൈസ മേടിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അത് ആശ്വാസമായിരുന്നു ജനങ്ങൾക്ക്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. 7 കൊല്ലത്തോളമായി ഇത് അടച്ചുപൂട്ടിയിട്ട് ഇതുവരെയും അത് തുറക്കാനുള്ള ഒരു നടപടികളും എടുത്തിട്ടുമില്ല. അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലെ പ്രവർത്തകരോട് തന്നെ ചോദിച്ചറിയാം. ഇത് എത്ര നാളായി നിർത്തിയിട്ട്? ഇത് നിർത്തിയിട്ട് 2018 കൊറോണ സമയത്ത് നിർത്തിയത്. 7 കൊല്ലായി. ഇല്ല, തുറന്നില്ല. തുറക്കും എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ചെന്ന് പറയുകയും ചെയ്തു. ആരും തുറന്നു. സാധാരണക്കാരന് ഒരു ആശ്രയോട് പ്രീപെയ്ഡ് ഡാനായിട്ട് ഇവിടെ വണ്ടി തുറന്നു. നേരത്തെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന റേറ്റിലാണ് ഓടുന്നത്. അപ്പൊ സാധാരണക്കാരനെന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർ പരിചയക്കാരെ വിളിച്ചു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂരിൽ നിന്നും ഒക്കെ വരുന്ന RCDയിൽ കേരളം മൊത്തം വരുന്ന ജനങ്ങൾ അത്രയും അവര് വരുമ്പോ പൈസ ലാഭം നോക്കിയല്ലേ. അപ്പോഴേ അത് RCDയിൽ എന്ന് പറഞ്ഞിട്ട് അവരിവിടെ വന്നാണ് പോകുന്നത്. ഇപ്പോഴും ആ റേറ്റിന് തന്നെയാണ് ഇവിടുത്തെ വണ്ടികൾ പോകുന്നത്. പക്ഷെ ഇതിനൊരു തുറന്നു കഴിഞ്ഞാലേ കുറച്ചുകൂടി ഇതാവുള്ളൂ. ഇവിടെ എല്ലാവരും വളരെയേറെ നഷ്ടത്തിലൊക്കെയാണ്. കാര്യം പുറത്തുള്ള വണ്ടികളെല്ലാം കിടന്ന് അകത്തൊക്കെ കിടന്ന് ഓടുന്നുണ്ട്. അവരൊക്കെ ഓടുമ്പോൾ അവര് പുതിയ ആൾക്കാരായിട്ട് വല്ലാത്തൊരു പ്രശ്നമാണ്. അല്ലാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല വണ്ടികളാണ്. അതിപ്പം ഒന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇതിനകത്ത് തിരക്കും കൂടുതലാണ്. അവരാണ് ഇതിനകത്ത് അത്രയും ഓടുന്നത്. ഈ സ്റ്റാൻഡിൽ കിടക്കുന്നത് അത്രയും ഇവിടുത്തെ വണ്ടികളാണ്. ഞാൻ പറഞ്ഞത് പുറത്തുനിന്നുള്ള വണ്ടികളാണ് ഇവിടെ കൂടുതൽ സിറ്റിക്കകത്ത് പറഞ്ഞത്. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സിറ്റിക്കകത്ത്. ആറ്റിങ്ങ RTOയുടെ കീഴിലുള്ളത് നെയ്യാറ്റിൻകര, പാറശാല, വർക്കല, പത്തനാപുരത്തുള്ള വണ്ടികൾ ഇവിടെ ഉണ്ട്. ഇത് പോലീസ് ആണെന്നില്ലേ? ഇത് പോലീസ് അറിഞ്ഞു, നമുക്കറിയത്തില്ല. പോലീസ് RTO അവരെയാണ് നോക്കേണ്ടത്. അവര് ചോദിക്കാറുണ്ട് ഈ വണ്ടികളൊക്കെ ഇവിടെ ഉള്ളതാണോ എന്ന്. ഇപ്പൊ ഇന്നലെ ഒരു 16-ന്റെ ഒരു ഭയങ്കര വിഷയം വന്നു. KL16 അവ അകത്ത് കിടന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി. അത് സ്റ്റാൻഡിലെ വണ്ടിയെന്ന് പറഞ്ഞാണ് അവർ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ പറഞ്ഞു നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു 82, 16 നമുക്കിവിടെ ഇല്ല. ഈ സ്റ്റാൻഡിലേ ഉള്ള വണ്ടിയല്ല, അത് ആറ്റിങ്ങിലുള്ള വണ്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരതിന്റെ പറയും ആറ്റിങ്ങിലുള്ള വണ്ടിയാണ്. ഇവിടെ ഈ ഒരു യൂണിയനിലോ ഒന്നും ഇല്ലാത്തവരാണ് പറഞ്ഞു. വർഷങ്ങളായി ഉന്നയിക്കുന്ന പ്രശ്നമല്ലേ ഇങ്ങനെ കാലമായിട്ട്. ഇതില് രാഷ്ട്രീയ തലത്തിൽ ആരും ഇതിൽ കൈ കൊടുക്കുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അറിയില്ല. യൂണിയൻ ഇവരുടെ ഒരു 3-4 യൂണിയൻ ഉണ്ട്. ആ യൂണിയൻകാർ പോലും ഇത് കൈ കൊടുക്കുന്നില്ല. യൂണിയനിൽ അവർ സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ആരും കൈ കൊടുക്കുന്നില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാഫിക്കിൽ നമ്മൾ ഒരിക്കൽ ലെറ്ററൊക്കെ കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ വന്നുടനെ ഇത് ഓൺ ചെയ്യും, ഓഫ് ചെയ്യും, ഇത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് കമ്പ്യൂട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് മാറ്റി വെച്ചേക്കുന്നത്. അന്നിരുന്ന AC ഞങ്ങൾ ഇവിടുന്ന് പോയ ഡ്രൈവർമാരോട് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കറണ്ട് ഇല്ല. കറണ്ട് കട്ട് ചെയ്തുകൊണ്ട് പോയി. ആ കട്ട് കുറച്ച് നിസ്സാര കുറച്ച് പൈസ അടച്ചാൽ മതി. 200-250 രൂപ അടച്ചു കഴിഞ്ഞാൽ അത് നോക്കണം. പക്ഷെ എന്താണ് ഇത് തുറക്കാത്തെന്നുള്ള കാര്യം അറിയില്ല. ഇനിയിപ്പം വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നറിയില്ല. ഈ തിരുവനന്തപുരം RTOയുടെയും കിഴക്കോട്ട് RTOയുടെ അല്ലാത്ത കീഴിലുള്ള ഒരുപാട് വണ്ടികൾ ഇവിടെ പോകണം. അവരാണ് അമിതമായി ചാർജുകൾ വാങ്ങുന്നത്. KL16, 19, 20, 21, 74, 80, 81 ഈ സിറ്റിക്കകത്ത് ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഒരു 34 എവിടെ ഉള്ളതെന്ന് പോലും നമുക്കറിയാം. അവരെയൊക്കെ നിയന്ത്രിച്ചാൽ കുറെ ഓവർ ചാർജ് വാങ്ങിക്കുന്നതും ബാക്കി സാധാരണക്കാർ നമ്മളെ പോലെ ഓട്ടോ കിട്ടും. അവരവിടെയും കിടന്നോണം, അവർക്ക് ഇവിടെയും വന്നോണം. ഇതൊക്കെ മോട്ടോർ വാഹന വകുപ്പും ട്രാഫിക് പോലീസൊക്കെയാണ് നോക്കേണ്ടത്. നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ അധികാരം നമ്മളല്ല. ഇപ്പോൾ പല ആൾക്കാരും പ്രീപെയ്ഡിന് ഓട്ടത്തിനായി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ പ്രീപെയ്ഡ് വർക്ക് അല്ലാത്തതുകൊണ്ട് അവർ പലരും തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഈ തിരുവനന്തപുരം ജില്ലയിലുള്ള ബാക്കിയുള്ള എല്ലാ പ്രീപെയ്ഡുകളും തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് മാത്രമാണ് അവഗണിച്ചിങ്ങനെ. കിംസിൽ വരെ തുറന്നിട്ടുണ്ട്. എല്ലാം തുറന്നിട്ടുണ്ട്. തമ്പാനൂർ തന്നെ 4 ഉണ്ട്. പവർ ഹൗസ് റോഡ് അടക്കം. പിന്നെ ഒന്ന് ഗാന്ധി പാർക്ക്, മറ്റൊന്ന് കിംസ്, പേട്ട ഇടയ്ക്ക് അടച്ചിട്ടൊന്ന് അതിപ്പോൾ വീണ്ടും ഓപ്പൺ ആയി. പക്ഷെ ഇവിടുത്തെ ഈ പ്രീപെയ്ഡിനോട് മാത്രമാണ് അധികാരികൾക്ക് ഇങ്ങനെ അവഗണന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും ഇവിടെ നിന്ന് പ്രീപെയ്ഡ് ഉണ്ടോ എന്ന് ചോദിച്ച് വന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അവർ ബില്ലില്ലെങ്കിൽ അവർ യാത്രയായി. അവർക്ക് അതാണ് വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ പ്രയത്നത്തിലാണ് നമ്മൾ ആരംഭം പോലും ഇവിടെ കിടന്ന് ഓടി വന്നത്. ഇതില്ലാത്തത് നമുക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വീട്ടിലടിച്ച് പോകണം എന്നുള്ളൊരു ചിന്തയാണ്. നമ്മളിവിടുന്ന് പോകുന്നത് കഴിവതും നമ്മളെ ഈ പ്രീപെയ്ഡ് ചാർജിനാണ് നമ്മൾ യാത്ര പോകുന്നത്. പക്ഷെ ഇനിയിപ്പോൾ മീറ്റർ അടിച്ച് വരുന്നപ്പോൾ നമുക്ക് ഇവിടുന്ന്
ആ ഒരു ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്കൊരു ഉപകാരമാണ്, ഇവിടെ വരുന്ന രോഗികൾക്ക് ഒരു ഉപകാരം. അമിത ചാർജ് മേടിച്ച് ഓടുന്നത് കുറയും. ഇവിടെ ഇതേപോലെ ഒരുപാട് ചാനലുകാർ ഇങ്ങനെ വന്നിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇത്രയും വർഷം കൊണ്ട് നമ്മളിങ്ങനെ ഓരോ ചാനൽ വരുമ്പോൾ സംസാരിക്കാറുണ്ട്. പക്ഷെ ഇതാണ് നമ്മൾ ഈ പറയണത് തന്നെ, പിന്നീട് അത് കാണാറുമില്ല, കേൾക്കാറുമില്ല. അപ്പൊ ഈ പ്രീപെയ്ഡ് തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഒരു എളുപ്പമായി, ഭരണവർക്കും ഒരു എളുപ്പമായി, അവർക്ക് പരാതിയില്ല. സർക്കാരിൻ്റെതാണ് ഇത്, കോർപ്പറേഷൻ ട്രാഫിക്കും കൂടി ചേർന്നതാണ്. അപ്പൊ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഭരണ ഒരാൾ ഓട്ടം പിടിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ പറയണ ഇത്ര രൂപയാവും, അവർക്കൊരു സംശയമാവും. അപ്പൊ സർക്കാരിൽ നിന്ന് ഒരു ബില്ലടിച്ച് തരുമ്പോഴേ, ഈ പ്രീപെയ്ഡിൽ നിന്ന് ബില്ലടിച്ച് തരുമ്പോൾ പിന്നെ പരാതിയില്ലല്ലോ, നമുക്ക് ധൈര്യമായിട്ട് പോവാം. ഇപ്പൊ തന്നെ ഈ 25 മീറ്റർ അടിച്ച് വരേണ്ട കേസ് വരണം. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഒരു ഓട്ടം പോകണമെന്ന്, ഞങ്ങൾ ഇവിടുത്തെ ഈ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഇവിടെ പഴയ ചാർജിൽ ആ വെച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ വേറെ മാറ്റം നമുക്ക് കൂട്ടാനും അങ്ങനെയൊന്നും പറ്റില്ല. ഇപ്പൊ ഇവിടെ ചോദിച്ചാൽ പഴയ പ്രീപെയ്ഡിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഓട്ടമാണ് ഇപ്പോഴും അവർ ആ ചാർജ് തന്നെയാണ് ഓടുന്നത്. അത് ഈ ഭരണ പാസഞ്ചറിന് തർക്കമില്ലാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പ്രവർത്തനം ആരംഭിച്ചല്ലേ പറ്റുള്ളൂ. ഞങ്ങൾ ഇതിലൊക്കെ ഒരുപാട് ചാനലുകാർ വരുമ്പോൾ ഇതിലൊക്കെ വിളിച്ച് കാണിക്കും. പക്ഷെ ഈ വിളിച്ച് കാണിക്കണത് തന്നെ, പക്ഷെ ഇത് പിന്നെ ഈ പുറം ലോകം കാണുന്നില്ല. അപ്പൊ അതുമാതിരി ആയവരുത് എന്നാണ് എനിക്ക് പറയുന്നത്. ഒന്നുമില്ലെങ്കിലും ഇത് തുറന്നില്ലെങ്കിലും ഇതൊരു പബ്ലിസിറ്റി ചെയ്തെങ്കിലും നമ്മളെ സഹായിക്കണം നിങ്ങൾ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഏട്ടാ ഇവിടെ തുറക്കാത്തത്? ഇത് തുറക്കാത്തത് ഞങ്ങള് ട്രാഫിക് സ്റ്റേഷനിലായിട്ട് പോയി AC ആയിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവര് പറയണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ദിവസത്തെ വരുമാനം കുറവാണ്. അവര് ഇവിടെ ജോലിക്ക് ഇരിക്കുന്നവർക്ക് പൈസ കൊടുക്കാൻ തികയില്ല. അതുകൊണ്ടാണ് ഇത് തുറക്കാൻ അവർ ബുദ്ധിമുട്ട് കാണിക്കുന്നത്. അങ്ങനെ പൈസ കുറവായതുകൊണ്ടാണ് അവർ തീരെയും അങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഇത് തുറന്നാൽ എന്തായാലും പഴയതുപോലെ ആൾക്കാർ വരും, പൈസ കിട്ടും. പക്ഷെ അവര് പറയണെന്ന് വെച്ചാൽ ഇവിടെ ലാഭം നോക്കി ചെയ്യേണ്ട ഒരു കാര്യമല്ല പ്രീപെയ്ഡ് കൗണ്ടർ. അതെ, അത് നാട്ടുകാരെ സഹായിക്കാനാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അതിനു വേണ്ടി തുറന്നതാണല്ലോ ആദ്യമേ. അപ്പൊ അത് അവര് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർക്ക് ശമ്പളം കൊടുക്കാനുള്ള കഷ്ടം തികയില്ല. അതുകൊണ്ടാണ് ഒന്ന് ഡിലേ ആവുന്നത്. പിന്നെ അതിനെ പറ്റി ഇനി എന്തിനാണെന്ന് അറിയില്ല. അപ്പൊ നമുക്കിപ്പോ അങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനെ സഹായിക്കാൻ പറ്റൂല. ലാഭനഷ്ടം നോക്കി ചെയ്യാനുള്ള സംവിധാനം അല്ലല്ലോ ഇത് പ്രീപെയ്ഡ് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ. അപ്പൊ അല്ലെങ്കിൽ പിന്നെ ഓടി പറഞ്ഞ വണ്ടി പിടിച്ചിട്ട് അമിത കൂലി വാങ്ങിച്ചിട്ട് അങ്ങ് പോയാൽ പോരെ. അപ്പൊ പ്രീപെയ്ഡ് ഉള്ളപ്പോൾ സർക്കാരിൻ്റെതാണല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ആൾക്കാരെല്ലാം ഇവിടെ വന്ന് പോകുന്നത്. പാവപ്പെട്ടവർ തന്നെ, പണക്കാർക്ക് ഇവിടെ വന്ന് ഇപ്പോൾ വണ്ടി പിടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കാറുണ്ട്. ഇപ്പോഴാണെങ്കിൽ യൂബറുണ്ട്, അവർ വിളിച്ചാൽ അവരെ വീട്ടിലാണ് ചെല്ലും വണ്ടി എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇവിടെ ഒരുപാട് രോഗികൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കഷ്ടപ്പെട്ട് അവരെ നിന്ന് അമിത കൂലി വാങ്ങിക്കണേക്കാട്ടിൽ എത്രയോ ഭേദമാണ് ഈ പ്രീപെയ്ഡ് ഉണ്ടായിരുന്നെങ്കിൽ അവർ ബില്ലടിച്ച് പോയി പൈസ വാങ്ങിക്കണത്. മാന്യമായിട്ടുള്ള പൈസ അവർക്ക് നഷ്ടമല്ല, ഞങ്ങൾക്ക് നഷ്ടമില്ല. അങ്ങനെ ഒരു സംവിധാനം ഇത് എത്രയും പെട്ടെന്ന് ഉണ്ടാവണമെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. ലാഭം നോക്കി പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിനൊരു ഉദാഹരണമാണ് KSRTC. കാരണം KSRTC ഒരു അവശ്യ സർവീസാണ്. അതിൽ ലാഭം നോക്കി പ്രവർത്തിക്കാൻ കഴിയില്ല. അതുപോലെ ഒന്നാണ് എന്നുള്ളതാണ് പ്രീപെയ്ഡ് കൗണ്ടർ എന്നത് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ ഓട്ടോ തൊഴിലാളികൾ അവകാശപ്പെടുന്നത്. അവർക്ക് ലാഭം നോക്കി ഇത് നടത്തിക്കൊണ്ട് പോകുന്നതിനോട് താല്പര്യമില്ല. നിർധനരായ രോഗികളുടെ അത്യാവശ്യമായ ഒരു ആവശ്യമാണ് പ്രീപെയ്ഡ് കൗണ്ടർ. അതുകൊണ്ട് എത്രയും വേഗം സർക്കാർ പ്രീപെയ്ഡ് കൗണ്ടർ കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. കൊണ്ടുവന്നില്ലെങ്കിൽ പോലും ഇത് ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ക്യാമറമാൻ അഖിൽ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.